യുവകലാസാഹിതി ഏർപ്പെടുത്തിയ പ്രഥമ KA സുധി സ്മാരക പുരസ്കാരം KG കോമളന് 20,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 10 സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. CPIയുടെയും യുവകലാസാഹിതിയുടെയും നേതാവായിരുന്ന KA സുധിയുടെ സ്മരണാർത്ഥം മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനമുള്ള പ്രഥമ പുരസ്കാരം യുവകലാസാഹിതിയുടെ എറണാകുളം സ്ഥാപകരിൽ പ്രധാനിയായ കോമളന്. IPTA സംസ്ഥാന വൈസ് പ്രസിഡന്റും ISKF ദേശീയ സെക്രട്ടറിയുമായിരുന്നു കോമളൻ. സുധിയുടെ 1ാം ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 10 വൈകിട്ട് 4 മൂത്തകുന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ശാരദാ മോഹൻ, ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി, സംഘാടക സമിതി ചെയർമാൻ KB ആറുമുഖൻ, CPI മണ്ഡലം സെക്രട്ടറി AM ഇസ്മായിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം S ശ്രീകുമാരി, KB സോമശേഖരൻ, K രത്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യുവകലാസാഹിതിയും ജില്ലാ യുവകലാസാഹിതി കമ്മിറ്റിയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും കൂടെ ചേർന്നാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ മാസം ഫെബ്രുവരി 10 എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ KA സുധി യുവകലാസാഹിതിയുടെ ഒരു 3 പതിറ്റാണ്ടുകളായിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നു. യുവകലാസാഹിതിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ നിന്നിരുന്ന, അല്ലെങ്കിൽ നല്ലോണം പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന പാർട്ടിയുടേതാണെങ്കിലും അതൊന്നുകൂടെ വിശദീകരിച്ച് ഇവിടെ അർമ്മസാവൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. യുവകലാസാഹിതിയായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ ഇവിടെ എറണാകുളം ജില്ലയിലും സംസ്ഥാന തലത്തിലും ഒക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന സുധി കഴിഞ്ഞ ഫെബ്രുവരി 10 പെട്ടെന്നൊരു വിയോഗം അദ്ദേഹത്തിൻ്റെ ഉണ്ടായത്. അങ്ങനെ ഒരു വർഷം ആകുകയാണ് ഈ ഫെബ്രുവരി 10. അപ്പോൾ ആ വാർഷിക വരുമ്പോൾ അതിൽ യുവകലാസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ അനുസ്മരണം നടത്തുന്നു. പാർട്ടിയും കൂടെ ചേർന്നാണ് നടത്തുന്നത് ഒരുമിച്ച്. അപ്പോൾ കഴിഞ്ഞ സ്വാഗത സംഘം രൂപീകരിച്ച് കൂടിയിരുന്നു. എൻ്റെ ചെയർമാനായിട്ട് സഖാവ് അറുമുഖൻ, അതുപോലെ തന്നെ വർഗീസ് മനിയാത അതിൻ്റെ കൺവീനർ. അപ്പോൾ ഈ തരത്തിൽ ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. അപ്പോൾ അതിന് കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് സുധിയുടെ KA സുധിയുടെ നാമധേയത്തിൽ ഒരു പുരസ്കാരം നൽകാൻ അവർ അതിന് തയ്യാറായി വന്നപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന പ്രസിഡൻ്റായ ആലങ്കോട് ലീലാകൃഷ്ണനും, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി OK മുരളീകൃഷ്ണൻ ആണ്, OK മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി, അതുപോലെ പ്രസിഡൻറ്റ്, വർക്കിംഗ് പ്രസിഡൻറ്റ് വിനോദ് കൈതാരം, കൊടുവഴങ്ങ ബാലകൃഷ്ണൻ കമ്മിറ്റി അംഗമാണ്. എല്ലാവരും കൂടെ ശാരദാ മോഹൻ, ഞാനും ഉൾപ്പെടുന്ന ഒരു പുരസ്കാര ജൂറിയെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഇത്തവണ പുരസ്കാരം നൽകണമെന്ന് ആലോചിച്ചത് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ച ആളെയാണ് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം. അതുപോലെയുള്ള സുധിയുടെ പ്രവർത്തനങ്ങളോടുമായി ഒപ്പം നിന്ന് അതുപോലെ പ്രവർത്തിച്ചവരും സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി എല്ലാ രംഗങ്ങളിലും അവരുടെ ഇത് കാഴ്ചവെച്ച ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് ആദ്യത്തെ പ്രാവശ്യമെന്ന് തന്നെ വിചാരിച്ചാണ് ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത്. KG കോമളൻ ആണ്. യുവകലാസാഹിതിയുടെ തുടക്കം മുതൽ 75 രൂപീകരിച്ച് 50 വർഷത്തോളമായി. ഇത് സ്വർണ്ണ ജൂബിലി വർഷമാണ്. 25 മുതൽ കഴിഞ്ഞ വർഷം, ഈ വർഷം ഞങ്ങളതിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ച ഒരു അവസരം കൂടിയാണ്. ഈ മാർച്ച് 15 യുവകലാസാഹിതി 75 രൂപീകൃതമായത്. അന്നു മുതൽ തന്നെ ഇതിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും IPTAയുടെ ആണെങ്കിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒത്തിരി ISKF, അതുപോലെ സൗഹാർദ്ദ സംഘടനകൾ എല്ലാത്തിലും കൂടെ നിന്ന് സമൂഹത്തിലുള്ള എല്ലാത്തിനും പ്രവർത്തിച്ച ഒരാളാണ് ഈ KG കോമളൻ. അദ്ദേഹം റഷ്യയിലാണ്, അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. മോസ്കോയിൽ പഠിച്ച് നിർമ്മൽ എന്നതിൽ വർക്ക് ചെയ്തിരുന്നു. എന്നാലും അന്ന് മുതൽ ഒരു സമാധാന പദയാത്ര C രാധാകൃഷ്ണൻ, നമ്മുടെ അറിയാലോ എല്ലാവർക്കും, പ്രശസ്ത നോവലിസ്റ്റും അതുപോലെ തന്നെ എല്ലാമായ C രാധാകൃഷ്ണനാണ് ഈ പുരസ്കാര സമർപ്പണം നടത്തുന്നത്. അത് ഫെബ്രുവരി 10 മൂത്തകുന്നത്ത് വെച്ച് നമ്മൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മൂത്തകുന്നം ഓപ്പൺ സ്പേസിലാണ് ഈ പരിപാടി നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.